തദ്ബീറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കേരളക്കരയിൽ വളരെ വിവാദമായ ഒരു വിഷയമാണ് മുദബ്ബിറുൽ ആലം എന്ന വിഷയം. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ മലക്കുകൾ മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബ് അതീദ് എന്ന മലക്കുകൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വെക്കുന്നു. ദുആ വഹിച്ച് അത് അള്ളാഹുവിൻ്റെ വഴിയെ പ്രകാരം റഖീബ് അതീദിന് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ കർമ്മരേഖ പൂർത്തിയാക്കുന്ന റഖീബ് അതീദാണ്. ആ റഖീബ് അതീദിനോട് നമ്മളൊരിക്കലും ഇസ്തിഗാസ ചെയ്യുന്നില്ല. അതേപോലെ തന്നെ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീകായിൽ എന്ന മലക്കാണ് മഴ വർഷിപ്പിക്കുന്നത്. അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. എന്നാൽ ഈ മലക്കിനോടൊന്നും നമ്മളൊരിക്കലും ഇസ്തിഗാസ നടത്തുന്നില്ല. എന്നാൽ CM മടവൂർ റഹ്മഹുല്ലാ. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, കുരുവട്ടൂരികൾ നടത്തിയൊരു മുഖാമുഖത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് മുഹമ്മദ് ബാവ എന്ന പേരുള്ള ഇദ്ദേഹം AR നഗർ സ്വദേശിയാണ്. ഇദ്ദേഹമാണ് വേങ്ങര മുഖാമുഖത്തിൽ അലവി സഖാഫിയുടെ മുഖാമുഖത്തിൽ പോയി മുഖാമുഖ വേദിയിൽ നിന്നുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും അവിടെ PKM സഖാഫി എന്ന കുപ്പിച്ചില്ല് സഖാഫി അദ്ദേഹം വൈബ്രൻ്റ് ആയിക്കൊണ്ട് മറുപടി പറയുകയും ചെയ്തത്. ഇപ്പോൾ നൗഷാദ് അഹ്സനിയും ടീമും നടത്തുന്ന കുരുവട്ടൂരികളുടെ മുഖാമുഖത്തിൽ പോയി ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഈ ചോദ്യം ചോദിക്കുന്നതിനിടയിൽ നമ്മളിപ്പോൾ ഒന്ന് നിർത്തിയത്, അദ്ദേഹം അവിടെ പറയുന്നത് CM മടവൂർ റഹിമഹുല്ല എന്നുള്ളതാണ്. നമ്മൾ മുഅ്മിനീങ്ങളൊക്കെ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്, റഹ്മത്തിന് വേണ്ടി മഹ്മത്തിന് വേണ്ടിയിട്ടൊക്കെ ദുആ ചെയ്യാറുണ്ട്, ഒക്കെ ശരി തന്നെയാണ്. എന്നാൽ സമസ്ത വിഭാഗങ്ങൾ വലിയ പോരിശയാക്കി കൊണ്ട് നടക്കുന്ന ഒരു ജാറത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ മനുഷ്യൻ, ഇദ്ദേഹം ദീനിന് വേണ്ടി എന്ത് പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ റഹിമഹുല്ല എന്നൊക്കെ പറയുന്നത് എന്ന് മനസ്സിലായില്ല. അതോടൊപ്പം ഇവിടെ മുഹമ്മദ് ബാവ എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് ഞാൻ ഫോണിൽ വീണ്ടും സംസാരിച്ചിരുന്നു. എന്തുകൊണ്ടാണ് താങ്കൾ ഇതുപോലെ ഒരു വാക്ക് ഉപയോഗിച്ചത് എന്നൊക്കെ ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം ഒരു മറുപടിയും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊന്നും കേൾപ്പിക്കാൻ പോകുന്നില്ല. ഇവിടെ റഖീബ് അതീദ് എന്ന് പറയുന്ന രണ്ട് മലക്കുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നു. ആ മലക്കുകളുടെ പേരല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. റഖീബ് അതീദ് എന്ന് പറഞ്ഞാൽ അത് ആ മലക്കുകളുടെ പേരല്ല, അത് രണ്ട് മലക്കുകളായിട്ട് മനസ്സിലാക്കേണ്ടതുമില്ല. റഖീബ് എന്നത് നിരീക്ഷകൻ എന്നാണ്. അതുപോലെ തന്നെ അതീദ് എന്നുള്ളത് അതും ആ മലക്കിൻ്റെ പേരല്ല. ആ മലക്കിൻ്റെ എന്താണോ അള്ളാഹു ആ മലക്കിന് നിയോഗിച്ച ആ ഉത്തരവാദിത്വം, അതിൻ്റെ ആ ശക്തവാനായ ഒരു മലക്കായിക്കൊണ്ട് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. അതുപോലെ തന്നെ റഖീബിനെയും. ഇവിടെ ചോദിക്കുന്ന ചോദ്യത്തിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. റഖീബ് അതീദ് അതുപോലെ തന്നെ മീകായിൽ അലൈഹിസ്സലാം പോലെയുള്ള മലായിക്കത്തുകൾ ഫൽ മുദബ്ബിറാത്തി അംറ എന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പൂർവ്വസൂരികളായ മുഫസ്സിരീങ്ങളൊക്കെ അർത്ഥമാക്കിയിട്ടുള്ളത് മലക്കുകളെക്കുറിച്ചാണ്. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ അവരാണ് എന്ന ആ ഒരു അർത്ഥത്തിലാണ്. അപ്പോൾ മഴ വർഷിക്കുന്ന അല്ലെങ്കിൽ ഇടി മിന്നൽ കാറ്റ് മഴ പോലെയുള്ള അതിൻ്റെ ഉത്തരവാദിത്തമുള്ള മലക്ക്, അതുപോലെ തന്നെ മറ്റു നിരീക്ഷകരായിട്ടുള്ള മലായിക്കത്തീങ്ങൾ, അവരോടൊന്നും നമ്മൾ ഇസ്തിഗാസ ചെയ്യാറില്ല. ഈ മരിച്ചുപോയ മയ്യത്തുകളോടാണ് ചെയ്യുന്നത് എന്ന ആ ഒരു കാര്യം വെച്ചുകൊണ്ടാണ് മുഹമ്മദ് ബാവ ഇവിടെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിൽ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചെന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ ചോദ്യം തുടരട്ടെ. അദ്ദേഹം മുദബ്ബിറുൽ ആലമാണ്. കാമിലായ മുദബ്ബിറുൽ ആലമാണോ അതല്ല പരിധി വെച്ചുകൊണ്ടുള്ള തദ്ബീറാണോ? ഒന്ന് വിശദീകരിച്ചാലും. വിശദീകരിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് ബാവ മൗലവി അദ്ദേഹം മുദബ്ബിറുൽ ആലമാണ് എന്ന് താങ്കളല്ല പറയേണ്ടത്. ഇവർ പറയുന്ന മുദബ്ബിറുൽ ആലമാണ് എന്നുള്ളത് മറ്റു ചില ആളുകൾ സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ സ്ഥാപിക്കുന്ന എന്ന് തന്നെ പറയണം. താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ CM മടവൂർ എന്ന് പറയുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവിയാണ് മുദബ്ബിറുൽ ആലം എന്ന്? ആ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഇനി ബാക്കി കേൾക്കാം. ഒന്ന് വിശദീകരിച്ചാലും. നിങ്ങൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടല്ലോ വേറെ എവിടെ അല്ലേ? അല്ല, ഒന്ന് വ്യക്തത വരുത്തിയാൽ തിരക്കടില്ല. അന്നത്തെ മറുപടി ഒന്ന് പറഞ്ഞോളി. അതിന് മുമ്പ് ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞതിൽ ചില തിരുത്തലുകളുണ്ട്.
പിന്നെ എഴുതി വെക്കുന്ന മലക്കുകളെല്ലാം എഴുതി വെക്കും. അതിന് ദുആനെ ഒന്നും മാറ്റി നിർത്തേണ്ടില്ല, അതൊക്കെ ഓല എഴുതി വെക്കും. അതുകൊണ്ട് ഫൈസൽ മൗലവി പറഞ്ഞ പോലെ ദുആ കേൾക്കൂല, വിളി കേൾക്കും, അങ്ങനെയൊന്നും അവിടെ പറയേണ്ടതില്ല. ദുആവും ഒക്കെ ഓല എഴുതി വെക്കും. പിന്നെ അതൊക്കെ അതിനനുസരിച്ചതായ തർത്തീബുകളുണ്ട്, അതിലേക്ക് ചർച്ച പോണില്ല. പറഞ്ഞു വന്നത്, ഇനി പിന്നെ ആ വിലായത്തുമായി ബന്ധപ്പെട്ട് തദ്ബീറുമായി ബന്ധപ്പെട്ടുള്ള ആ ചോദ്യം അതൊന്നുകൂടി പറഞ്ഞോളൂ. നിങ്ങൾക്ക് ആ അനുഭവം എന്നിട്ട് ഞാൻ വ്യക്തമാക്കാം. ശരി, അത് വ്യക്തമാക്കുന്നതിന് മുമ്പ് നൗഷാദ് ഹസനെ ഇവിടെ പരാമർശിച്ചത് ഫൈസൽ മൗലവി പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഫൈസൽ മൗലവിയാണോ ആ ഒരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്, അതോ അള്ളാഹു ആണോ? സമീഉ ദുആ എന്നുള്ളത് അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്നുള്ളത് പരിശുദ്ധ ഖുർആനല്ലേ പഠിപ്പിക്കുന്നത്? അത് ഫൈസൽ മൗലവിയിലേക്ക് ചേർത്തി പറയേണ്ടതുണ്ടോ? റഖൈബ് അതീദ് എന്ന് താങ്കൾ ഉച്ചരിച്ചില്ല, താങ്കൾക്ക് അറിയാമായിരിക്കാം അത് അവരുടെ പേരല്ല എന്നുള്ളത്. ആ എഴുതി വെക്കുന്ന മലക്കുകൾ അല്ലെങ്കിൽ നിരീക്ഷകരായ മലക്കുകൾ അവർ ദുആ കേൾക്കുമെന്ന് എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ പറയുന്നത്? സമീഉ ദുആ എന്നുള്ളത് അള്ളാഹുവാണ്. ദുആ സ്വീകരിക്കുവാനും കേൾക്കുവാനും ഒക്കെ കഴിവ്, അതിന് ഉത്തരം ചെയ്യാനുള്ള കഴിവ് അള്ളാഹ്ക്ക് മാത്രമാണ്. അത് അങ്ങനെ നിങ്ങൾക്ക് ആ ഖുർആൻ ആയത്ത് അടിസ്ഥാനമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാദങ്ങളൊക്കെ പൊളിയുകയാണല്ലോ അല്ലേ? തുടരട്ടെ. കഴിഞ്ഞ വേങ്ങര സഭാ സ്ക്വയറിൽ വെച്ച് നടന്ന മുഖാമുഖത്തിലാണ് വിനീതനായ ഞാൻ ഈ ഒരു ചോദ്യം ചോദിച്ചത്. അലവി സഖാഫി നേതൃത്വം നൽകുന്ന ആ മുഖാമുഖത്തിലായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. ആ സദസ്സിൽ ഇതുപോലെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ചോദ്യകർത്താക്കൾക്ക് പ്രത്യേകമായ സൗകര്യമുണ്ട്. സദസ്സിലുള്ള ആളുകൾക്ക് ചോദ്യകർത്താക്കളെ ചോദ്യം ചെയ്യുവാനോ അതല്ലെങ്കിൽ പരിഹസിക്കുവാനോ ഭീഷണിപ്പെടുത്തുവാനോ കടന്നു വരാൻ പറ്റാത്ത രൂപത്തിൽ കാവൽക്കാരുമുണ്ട്. ഇത് നല്ലൊരു രീതിയാണ്. ഞാൻ ഈ സംഘാടകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. വിനീതനായി എന്നെ സംബന്ധിച്ചിടത്തോളം 11:30 മണിക്ക് എൻ്റെ അവസാനത്തെ ചോദ്യത്തിലാണ് PKN സഖാഫി ഇരിങ്ങല്ലൂർ ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞ സന്ദർഭത്തിൽ അദ്ദേഹം വിനീതനായി എന്നോട് മറുപടി പറയാതെ തർക്കിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ഏകദേശം 4 പേരോളം ആളുകൾ ഗുണ്ടകളുടെ സ്വരത്തിൽ വന്നുകൊണ്ടാണ് വിനീതനായി എന്നോട് പെരുമാറിയത്. പക്ഷേ ഞാൻ സംയമനം പാലിച്ചു എന്ന് മാത്രം. അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ മുഖാമുഖം എന്ന് പറയുമ്പോൾ തുറന്ന മുഖാമുഖം, ആർക്കും വന്ന് ലളിതമായി ചോദിക്കാവുന്നതാണ്. വിനയാന്യതനായിക്കൊണ്ട് വളരെ ലളിതമായ രീതിയിലാണ് ആ മുഖാമുഖത്തിൽ ഈ ഉള്ളവൻ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നത്. ഏതായിരുന്നാലും വിഷയത്തിലേക്ക് വരാം. മുദബ്ബിറുൽ ആലം കാമിലായ മുദബ്ബിറുൽ ആലമാണോ അതല്ല പരിധി നിശ്ചയിച്ചു കൊണ്ടുള്ള മുദബ്ബിറുൽ ആലമാണോ CM മടവൂർ റഹ്മഹുല്ല എന്നതായിരുന്നു എൻ്റെ അതിലുള്ള ഒരു ചോദ്യം. CM മടവൂർ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹം ഒരു മുസ്ലിയാരൊക്കെ ആയിരുന്നു, ബാക്കവിയായിരുന്നു. ബാക്കിയാത്തു സാലിഹാത്തിൽ നിന്ന് ബാക്കവി ബിരുദമെടുത്തു കൊണ്ടുവന്ന് പിന്നീട് കോഴിക്കോട് അടുത്തേതോ പള്ളിയിൽ ഖത്തീബായിക്കൊണ്ടും ഇമാമായിക്കൊണ്ടുമൊക്കെ ജോലി അനുഷ്ഠിക്കുകയായിരുന്നു. അതിനിടയിലാണ് പുലിമൈദീൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുമായി കൊണ്ട് ബന്ധപ്പെടുകയും അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മറ്റു ചില മേഖലയിലേക്ക് യാത്ര ചെയ്യുകയും അതിനുശേഷം മാനസിക വിഭ്രാന്തിയുടെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയും അതിനുശേഷം കുടുംബവുമായി ബന്ധം പുലർത്താതെ സ്വന്തം ഉമ്മ പലതവണ സലാം പറഞ്ഞിട്ടും സലാം അടക്കാതെ വീട്ടിലേക്ക് പോകാതെ കല്യാണം കഴിച്ച പെണ്ണിനെ സംരക്ഷിക്കാതെ നോക്കാതെ അങ്ങോട്ട് പോകാതെ ഒക്കെ ജീവിക്കുകയൊക്കെ ചെയ്ത് പിന്നീട് അതേ അവസ്ഥയിൽ മരണപ്പെട്ടു പോയ ആളെ എന്തടിസ്ഥാനത്തിലാണ് വീണ്ടും താങ്കൾ റഹിമഹുല്ല എന്ന് പറഞ്ഞത് എന്നുള്ളത് വീണ്ടും മനസ്സിലായിട്ടില്ല. പിന്നെ ഈ പറയപ്പെട്ട ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവിയാണ് മുദബ്ബിറുൽ ആലം. അത് കാമിലാണോ കാമിലല്ലാത്തതാണോ എന്നുള്ളതാണ് താങ്കളുടെ സംശയം. ഇത് എന്ത് അടിസ്ഥാനത്തിലാണ് താങ്കൾ ചോദിച്ചത് എന്നുള്ളത് മനസ്സിലായില്ല. താങ്കളും ഈ വിശ്വാസധാരയിലേക്ക്, ഈ പിഴച്ച വിശ്വാസത്തിലേക്ക് പതിയെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്ന ചില സംശയങ്ങളും കാര്യങ്ങളുമാണ് താങ്കളിൽ ഉള്ളത് എന്ന് മുഹമ്മദ് ബാബ എന്ന് പറയുന്ന താങ്കളുടെ ഈ സമീപനത്തിൽ നിന്ന് തോന്നിപ്പോവുകയാണ്. എന്താണ് മറുപടി എന്ന് കേൾക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഒരു വൈജ്ഞാനിക ചർച്ചയായതുകൊണ്ടാണ് വളരെ സുതാര്യമായി ഈ വിഷയം നമ്മൾ സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളവിടെ മനസ്സിലാക്കേണ്ട 2 പോയിന്റുകൾ ഞാൻ അടിവരയിട്ട് പറയുകയാണ്. വഹാബികൾ ഇവിടെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതി, അള്ളയല്ല മടവൂർ ശൈഖാണ് അല്ലെങ്കിൽ ഔലിയാക്കന്മാരാണ്
നിയന്ത്രിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നതായി അവർ പറയാറുണ്ട്. തെറ്റാണ്. നൗഷാദ് ഹസനെ അങ്ങനെ പറയുന്നതായി പറയുകയല്ല, നിങ്ങൾ പറഞ്ഞത് തന്നെ പുറത്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകം നിയന്ത്രിക്കുന്ന ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറയുന്ന ആ ഒരു വിഷയം അടിസ്ഥാനമാക്കിക്കൊണ്ട് നിങ്ങളുടെയൊക്കെ ഉസ്താദായ AP അബൂബക്കർ മുസ്ലിയാർ ഈ സാധു ജനങ്ങളോട് പറഞ്ഞത് എന്താണെന്നാണ് നിങ്ങൾ വിശദീകരിക്കുന്നത്? അത് അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാണ്, ശരിക്കും ഇതൊക്കെ നിയന്ത്രിക്കണം അല്ല തന്നെയാണെന്നാണോ? അതോ CM മടവൂർ ഔലിയ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കപ്പെടുന്ന ചിറ്റടിമേത്തൽ അബൂബക്കർ ബാക്കവി ഈ ലോകം നിയന്ത്രിക്കുന്നുണ്ട് എന്നാണോ? അത് ഈ പാമര ജനതയോട് നിങ്ങൾ പറയേണ്ടതുണ്ട്. നിങ്ങൾ ഈ സാധുക്കളെ പറ്റിക്കുകയാണ് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളയാണ് എല്ലാറ്റിൻ്റെയും അധികാരി, എല്ലാറ്റിൻ്റെയും നിയന്ത്രണാവകാശവും അള്ളാഹുവിലാണ്. പിന്നെ കൊടുത്ത കഴിവുകൊണ്ട്, ഈ കൊടുത്ത കഴിവ് എവിടെയുള്ളത്? കൊടുത്ത കഴിവുകൊണ്ട് നിയന്ത്രിക്കുന്ന, അങ്ങനെയാണല്ലോ നിങ്ങളിത് പറഞ്ഞു വരാറുള്ളത്. അപ്പോൾ ഈ ആളുകളെ പറ്റിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല, നിങ്ങൾ പറയും. തെറ്റാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പച്ചയായി പറഞ്ഞതാണ്. അവൻ ആരാ? അവൻ മുദബ്ബിറുൽ അംറാൻ. കണ്ടില്ലേ നിങ്ങൾ? ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ് ഫീ സിത്തതി അയ്യാം സുമ്മ ഇസ്തവാ അലൽ അർശ് യുദബ്ബിറുൽ അംർ. അതാണ്, ഇത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ വഹാബികളും മുജാഹിദീങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 6 ദിവസം കൊണ്ട് ഈ ഭൂമിയും ആകാശലോകം മുഴുവൻ സൃഷ്ടിച്ച, അതും 6 ദിവസം കൊണ്ട് അല്ലേ? എന്നിട്ട് ഇസ്തവ എന്ന് പറയുമ്പോൾ, ഉപവിഷ്ടനായി എന്ന് പറയുമ്പോൾ ഓലല്ല ഇരിക്കുന്നവനാണ് എന്ന് നിങ്ങൾ പറഞ്ഞു നടക്കാറുണ്ട്. യുദബ്ബിറുൽ അംർ എന്ന ആയത്തിൻ്റെ അവസാനത്തിൽ താങ്കൾ പറഞ്ഞു നിർത്തിയ ആ സാധനം തന്നെയാണ് ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് പറഞ്ഞുകൊണ്ടുള്ളതിൻ്റെ മറ്റൊരു ഭാഗമായിട്ട് നിങ്ങളും നിങ്ങളുടെ ഉസ്താദന്മാരും ഒക്കെ പറഞ്ഞു നടക്കാറുള്ളത്. അവിടെ അർവാഹുൽ മുഅ്മിനീൻ എന്ന് ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ കൊടുത്ത ഒരു അർത്ഥം എടുത്തുകൊണ്ട് അത് ഔലിയാക്കളാണ് എന്ന് ഈ പറയപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞപ്പോൾ അത് ഒരു ആലങ്കാരിക പദമാണ് എന്നെന്തേ നിങ്ങൾ പറയാറുന്നത്? മുജാഹിദീങ്ങൾ പറഞ്ഞതാണോ? അതോ AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത് അത് ശരിക്കും വിശദീകരിക്കപ്പെടേണ്ടതുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിഞ്ഞിട്ടും അത് വിശദീകരിക്കപ്പെടാതെ പോയത്? അവനാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇത് അല്ലാഹു തആല പറഞ്ഞതാണ്, തർക്കമില്ലാതിൽ. അതല്ല നമ്മുടെ ചർച്ചയും. അതന്നെയാണ് ഇവിടുത്തെ ചർച്ച. അതന്നെയാണ് ചർച്ച. ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അതന്നെയാണ് ഇവിടുത്തെ ചർച്ച. നിങ്ങൾ പറയുന്നത് CM മടവൂരാണെന്നാണ്, ഞങ്ങൾ പറയുന്ന അള്ളാഹു ആണെന്നുള്ളതാണ്. അത് ഏതെങ്കിലും ആളുകൾ CM മടവൂരിൻ്റെ പേരിൽ കെട്ടി എഴുന്നള്ളിച്ചതല്ല. ഈ പറയപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാർ തന്നെയാണ് പറഞ്ഞത്. പറയും. രണ്ടാമത്തെ പോയിന്റ്, അല്ലാഹു തആല ഒരു കാര്യം ചെയ്യുമ്പോൾ പലപ്പോഴും അത് അവൻ പ്രത്യേകമായി നിശ്ചയിക്കുന്ന ആളുകളിലൂടെയാവും അത് ചെയ്യുക. അതാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മീകായിൽ അലൈഹിസ്സലാം ഇവിടെ മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. അതുപോലെയുള്ള ആ മലക്കുകളുടെ സംഭവം അതൊക്കെയാണ്. ആ മലക്കുകളുടെ സംഭവം അതൊക്കെയാണ്. മുഹമ്മദ് ബാവ, താങ്കൾ മനസ്സിലാക്കുക, താങ്കൾ റഹീബ് അത്തീദ് എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് ആ പേരറിയാത്തത് കൊണ്ടല്ല, അത് പറഞ്ഞാൽ പിടിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ മലക്കുകളുടെ സംഭവം എന്ന് പറഞ്ഞത് എന്നുള്ളത് ഒന്ന് ഓർക്കുക. ഇവിടെ മീകായിൽ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാര്യമൊക്കെ ഞങ്ങൾക്കറിയാം. ആ ആയത്തുകൊണ്ട് ഉദ്ദേശിച്ചതും ഫൽ മുദബ്ബിറാത്തി അംറ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതും അത് തന്നെയാണെന്നറിയാം. പക്ഷേ ഞങ്ങൾ വാദത്തിന് വേണ്ടിയിട്ട്, ഞങ്ങളുടെ പിഴച്ച വാദം ഇങ്ങനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്, CM മടവൂരിനെ ഔലിയാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം. അത് വഹാബികൾ പറഞ്ഞുണ്ടാക്കിയൊന്നുമല്ല, നിങ്ങൾ പറഞ്ഞ തന്നെയാണ്. പറയും. ഇവിടെ മലക്കുകളോട് നമ്മൾ തേടാറില്ല എന്ന് പറഞ്ഞതിൽ തിരുത്തുണ്ട്. യാ ഇബാദല്ലാഹി അഈനൂനി എന്നൊക്കെ മലക്കുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നതാണ് എന്ന് ഇപ്പൊ മുജാഹിദുകൾ വരെ പറയുന്ന കാലമാണ്. മുജാഹിദുകൾ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നുള്ളതല്ല, ഈ പറയപ്പെട്ട യാ ഇബാദല്ലാഹി അഈനൂനി അല്ലെങ്കിൽ അഗീസൂനി എന്ന് പറയുന്ന ആ ഹദീസ് അത് ലഈഫാണ്. അത് ചർച്ചയ്ക്ക് എടുക്കുക എന്നല്ല, അതൊന്നുമില്ല. ആ ഒരു വിഷയം സംബന്ധിച്ച് ഒന്നും മിണ്ടേണ്ടതില്ല. അത് ലൈഫാണെന്നുള്ളത് സ്ഥിരപ്പെട്ട സാഹചര്യത്തിൽ. എന്നിട്ട് നിങ്ങൾ ആ ഹദീസ് അടിസ്ഥാനമാക്കിയിട്ട് നിങ്ങൾ മലക്കുകളോട് തേടലുണ്ട് എന്ന് പറയുന്നത്, മലക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് വിവേചന ബുദ്ധി ഇല്ല, അവർക്ക് ഫ്രീ വില്ലില്ല, അവർക്ക് ഇഖ്തിയാറില്ല. അവരല്ല എന്തേ പറഞ്ഞാൽ അതേ ചെയ്യുള്ളൂ. നിങ്ങൾ പിന്നെ ഈ മലക്കിനോട് തേടിക്കഴിഞ്ഞാൽ ആ മലക്ക് അത് മനസ്സിലാക്കുകയും മനസ്സിലാക്കിയതിന് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുകയും ചെയ്യുമോ? എന്ത് പൊട്ടപ്പോയത്തങ്ങൾ ഈ പറയണത്? മലക്കുകൾക്ക് ഫ്രീ വില്ലില്ല. അത് പരിശുദ്ധ ഖുർആൻ കൊണ്ടും സ്വഹീഹ് ഹദീസ് കൊണ്ടും തെളിയിക്കപ്പെട്ടതാണ്. അവർ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാ. അവർക്ക് തക്ലീഫില്ല,
അവർക്ക് ചിന്താശേഷിയില്ല. എന്താണ് മൗലിയരെ നിങ്ങൾ ഈ പറയണത്? പറയും. അതിലേക്ക് ഇപ്പൊ ഞാൻ വരുന്നില്ല. അപ്പൊ അതൊക്കെ ഉണ്ട്, അതവിടെ ഇരിക്കട്ടെ. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാരിസീങ്ങളായ മശായിഖന്മാർ, ആ മശായിഖന്മാരെ ഉൾപ്പെടുത്തിയിട്ട് പരിശുദ്ധ ഖുർആൻ പറയാണ്. ശരിക്കും ശ്രദ്ധിച്ചോളി. നിങ്ങൾ ഈ ചർച്ചയിൽ നമ്മോട് സഹകരിച്ചാൽ ഇൻഷാ അല്ലാഹ് കേരളത്തിൽ വലിയ വിവാദമായ ഈ വിഷയം നമുക്ക് ഇവിടെ പരിസമാപ്തി കുറിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ നമുക്ക് വേറെ ദുന്യവിയായ യാതൊരു ലക്ഷ്യവുമില്ല. ഒരു ലക്ഷ്യമല്ല. പിന്നെ എന്തിനാ ഇപ്പം ഈ മൈക്കും കെട്ടിയിട്ട് നിങ്ങൾ ഈ നടക്കണത് അല്ലേ? പ്രത്യേക ലക്ഷ്യമൊക്കെ നിങ്ങൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പിഴച്ച വാദവുമായിട്ട് നിങ്ങൾ നടക്കുന്നത്. അത് പിന്നെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. ഇനി കൂടുതൽ പറയിപ്പിക്കണ്ട, നിങ്ങൾ പറയും. പ്രാമാണികമായി നമുക്ക് വ്യക്തമായ കാര്യം പ്രമാണങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ വിശദീകരിക്കുകയാണ്. കണ്ടോ, പരിശുദ്ധ ഖുർആൻ വന്നാസിയാതി ഖർഖാ വന്നാശിത്വാതി നശ്ത്വാ വസ്സാബിഹാതി സബ്ഹാ ഫസ്സാബിഖാതി സബ്ഖാ ഫൽമുദബ്ബിറാതി അംറാ. കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ തന്നെയാണ് സത്യം. ഈ 5 ആയത്തിനും വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ വ്യാഖ്യാനങ്ങളിലൊന്ന് നിങ്ങൾ പറഞ്ഞതാണ്. മലക്കുകൾക്ക് ഇവിടെ തദ്ബീറുണ്ട്, കൈകാര്യകർത്തങ്ങളുണ്ട്. ഒരു മിനിറ്റ്, ഒന്നല്ല, മിക്കവാറും മുഫസ്സിരീങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ്. കൈകാര്യകർത്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് മലായിക്കത്തുകളാണ് എന്നുള്ള കാര്യത്തിൽ പ്രബല അഭിപ്രായമുണ്ട്. എല്ലാവരും മുൻഗണന നൽകിയിട്ടുള്ളത് അത് തന്നെയാണ്. ഇമാം റാസി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മാക്കൾ, അത് മുഅ്മിനീങ്ങളുടെ ആത്മാക്കൾ എന്നാണ്. അത് ഔലിയാക്കളാണ് എന്നുള്ളത് നിങ്ങൾക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്കും എവിടുന്നേ കിട്ടിയത്? അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇമാം റാസി അല്ലാതെ വേറെ ആരെങ്കിലും ആ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെന്നും നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. പറയും. അതേ സമയത്ത് ഇമാം റാസി തങ്ങള് ആ വിഷയത്തിൽ മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. മറ്റൊരു വ്യാഖ്യാനം കൊണ്ടുവരികയാണ്. അപ്പം എന്തായാലും നിന്ന് മനസ്സിലായത്, ഇമാം റാസി മാത്രമാണ് ആ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. ഇമാം റാസി അങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇന്നലെ ഒരാൾ ഏതോ ഒരു ഒമാനിൽ നിന്നോ മറ്റോ വിളിച്ചിരുന്നു. ഒരു സഖാഫി, കാമിൽ സഖാഫിയാണ്, വിളിച്ചിട്ട് നിരൂപണം നടത്തി എന്ന് പറഞ്ഞപ്പോൾ, എന്താണ് നിരൂപണം നടത്തിയത്, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയുന്നത് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിച്ചത്. ഞാൻ ചോദിച്ചു, സഹോദര എന്താണ് നിരൂപണം എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചപ്പോൾ, നിരൂപണം എന്ന് പറഞ്ഞാൽ വിമർശനം എന്നാണ്. ആദ്യം എന്താണ് നിരൂപണം എന്ന് പഠിച്ചിട്ട് വരൂ, അല്ലെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ എന്നടക്കം പറഞ്ഞു. എന്നിട്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം പഠിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്യുക ചെയ്തത്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിരൂപണം എന്ന് പറയുമ്പോൾ അത് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, പറയൂ. 32ാമത്തെ പേജ്. ഈ വേങ്ങരയിൽ ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഈ ഇബാറത്ത് വായിച്ച് ആളുകളെ വഞ്ചിക്കുന്ന മൗലവിമാര് ശ്രദ്ധിക്കാറുണ്ടാവുമല്ലോ. ഈ മിനി ഊട്ടിയിലൊക്കെ ഇതിന്റെ കേന്ദ്രമുണ്ടാക്കി ആളുകളെ പറ്റിക്കുന്നുണ്ട്. ഞങ്ങൾ വിളിക്കുകയാണ്, തഫ്സീർ റാസി ഒന്ന് ഞങ്ങളെ മുമ്പിൽ വന്നൊന്ന് വായിച്ചാൽ തീരുന്നതേ ഉള്ളൂ ഈ പ്രശ്നം. തീരൂല. തഫ്സീർ റാസിയിൽ പറയുന്നത് എന്താണ്? അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ മുഅ്മിനാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾ മരിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങളോട് വിളിച്ചു തേടിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണോ? ഔലിയ എന്നുള്ളത് എവിടുന്നാണ് കിട്ടിയെന്നുള്ളത് ഇതുവരെ നിങ്ങൾ പറഞ്ഞിട്ടില്ല. അർവാഹുൽ മുഅ്മിനീൻ. അപ്പോൾ മുഅ്മിനീങ്ങളൊക്കെ ഔലിയാക്കളാണോ? ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് എല്ലാ മുഅ്മിനീങ്ങളെയും വിളിക്കാത്തത്? നിങ്ങൾക്ക് തോന്നിയ ഏതെങ്കിലും ജാറം പടച്ചുണ്ടാക്കിയെടുത്ത് മാത്രമാണല്ലോ നിങ്ങൾ ഈ വിളിക്കുന്നത് അല്ലേ? പറയൂ, വേഗം പറയൂ. ഇമാം റാസി പറയാണ്, കേട്ടോളൂ. ഹിയൽ അർവാഹ് التي تنزع إلى اعتلاق العروة الوثقى أو المنزوعة عن محبة غير الله. الله എന്ന ചിന്തയിൽ മാത്രം ജീവിക്കുന്ന പ്രത്യേകമായ അള്ളാഹുവിന്റെ ഉബൂദിയത്തിലേക്ക്, അള്ളാഹ് എന്ന ആ ഒറ്റ ചിന്തയിലേക്ക് എത്തിയ മഹാത്മാക്കൾ അവരാണ് ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷയെന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ ഒരു കാര്യം മാത്രമാണെന്നാണോ ഇമാം റാസി ആ തഫ്സീറിൽ പറഞ്ഞത്? മറ്റു കാര്യങ്ങൾ അപ്പുറം പറഞ്ഞിട്ടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? ഇത് നിങ്ങൾ കൂട്ടിമാറ്റുകയല്ലേ? ഇമാം റാസി ഇങ്ങനെ ഒരു അഭിപ്രായവും കൂടി പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. ഇമാം റാസി പറഞ്ഞത് മാത്രം നിങ്ങൾ എടുക്കുന്നത് എന്താ? മറ്റു തഫ്സീറുകളൊന്നും നിങ്ങൾക്ക് വേണ്ടെന്നാണോ?
അല്ല, അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. ഇനിയൊക്കെ പോട്ടെ, അത് ഔലിയാക്കളാണ്. ഈ ഔലിയാക്കൾക്ക് മരിച്ചാലും ഇത് കേട്ടുകൊണ്ടിരിക്കാനും അത് മനസ്സിലാക്കുവാനും അതിന് ഉത്തരം ചെയ്യാനും കഴിവുണ്ട് എന്നുള്ളത് അത് എവിടുന്ന് നിങ്ങൾക്ക് കിട്ടി? അത് ഏത് റാസി ഞങ്ങൾക്ക് പറഞ്ഞെന്ന്? അത് ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. പറയൂ. ഇവിടെ 2 ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. അവിടെ യുദബ്ബിറുൽ അംർ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് അല്ലാഹു പറയുന്നു. അതിന് ഇമാമിങ്ങൾ കൊടുത്ത വിശദീകരണം എന്താ? എവിടെ മുതൽ? മിനൽ അർശി ഇലാ തഹ്തി സറാ, അള്ളാഹുവിന്റെ അർശ് മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ അള്ളാഹു നിയന്ത്രിക്കുന്നു. ഇനി ഫൽ മുദബ്ബിറാത്തി അംറ എന്ന് കൊടുത്തേടത്ത് ഇമാം ഇബ്നു അജീബ് തങ്ങൾ അതുപോലെയുള്ള മഹാന്മാരൊക്കെ എഴുതുകയാണ് അതേ വാക്ക്. എന്താ വാക്ക്? മിനൽ അർശി ഇലാ തഹ്തി സറാ, അർശ് മുതൽ ഭൂമിയുടെ അടിത്തട്ട് വരെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ നിയന്ത്രണം അത് മഹാന്മാരിലൂടെയാണ്. എന്തുണ്ടായത്? അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. എന്നാൽ ഇങ്ങനെ ഞങ്ങൾ ഇമാമ് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കണേ? അത് മഹാന്മാരുടെ അർവാഹിലൂടെയാണ്, മഹാന്മാരിലൂടെയാണ്. ഈ മഹാനാണ് എന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. CM മടവൂർ എന്ന് പറയുന്ന ചിറ്റടിമേതൽ അബൂബക്കർ ഒരു മഹാനാണ് എന്നുള്ളത് ഇവർ പറഞ്ഞുണ്ടാക്കിയതാണ്. അള്ളാഹ് മഹാനാണെന്ന് അംഗീകരിച്ചിട്ടുണ്ടോ? മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ മഹാനാക്കിയത് നിങ്ങൾ കുറച്ച് മനുഷ്യന്മാരല്ലേ? നിങ്ങൾ ഈ തലയിലെ കെട്ടും കെട്ടിയിട്ട് നിങ്ങൾ ഈ മനുഷ്യന്മാരെ പേപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? ആ മനുഷ്യന് ഒരു കഴിവുണ്ടായിരുന്നില്ല. സ്വന്തം കുടുംബം പോറ്റാനുള്ള കഴിവുണ്ടായിരുന്നില്ല, സ്വന്തം ശരീരം സംരക്ഷിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല. ഒന്നിനും ആവതില്ലാണ്ട് മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ മലച്ചെട്ടി കടന്നിരുന്ന CM ആണ് ഈ ലോകം നിയന്ത്രിക്കുന്ന പൊട്ടപ്പോയത്തം പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഈ ഉമ്മത്ത് തയ്യാറല്ല എന്നുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ഒപ്പം കുറച്ച് കപട വിശ്വാസികളുണ്ടാവും, അന്ധവിശ്വാസികളുണ്ടാവും. അവർ ചിലപ്പോൾ വിശ്വസിച്ചെന്നിരിക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ കുറച്ച് നീണ്ട വീഡിയോ ആണ്. ഇത് സംബന്ധമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ കൂടി നമ്മൾ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് നിർത്തിയിട്ടില്ല, തുടരും എന്ന് തന്നെയാണ് പറയുവാനുള്ളത്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.